ക്ലീറ്റോ ചേട്ടനല്ലേ മുറ്റത്തൊരു കടമുറി പണിയാൻ പോവാ ചേച്ചിക്ക് തയ്യക്കട തുടങ്ങാനായിട്ട്. ആ ഇപ്പഴേ അവരവിടെ നിന്ന് അലക്കുവായിരുന്നേ. ഞാൻ അങ്ങോട്ട് വെറുതെ ചെന്നതാ. അപ്പൊ തക്കുടുവിന്റെ വായിന്ന് അറിയാതെ വീണുപോയതാ. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത തരത്തിൽ റൂട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ക്ലീറ്റോ ചേട്ടൻ വഴക്കടിക്കാൻ വരുമെന്നാ. അവൻ പഠിച്ച കളനാണ്. അവൻ ഈ തക്കം നോക്കി ആ സ്ഥലം കയ്യേറാനുള്ള ശ്രമത്തിലാണ്. എന്നാലും അത് അവിടെ മുറി കെട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇറക്കിയേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ആവശ്യമാകുമ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ എവിടുന്ന് വേണമെങ്കിലും ഒപ്പിക്കും. അപ്പോ ഇനിയിപ്പോ എന്ത് ചേട്ടന്റെ പ്ലാൻ? ഇനിയുള്ള പ്ലാനുകൾ റൊണാൾഡോ പോലും അറിയാൻ പാടില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പോഴത്തെ ഈ കാര്യം അവനാണ് അവിടെ പോയി പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇനിയുള്ള നീക്കങ്ങൾ അവൻ പോലും അറിയരുത്. എന്റെ അടുത്ത് പറ. ഇനി നമ്മൾ അമ്മാവനെ ഒരു വിളി വിളിക്കും. എന്തിന്? അയ്യോ അമ്മ ഇല്ലല്ലേ, ഞാൻ വെറുതെ വിളിച്ചത്. എവിടെ വയ്ക്കണേ? കൊഞ്ചം പണി വന്ന് കിടക്കുന്നു. അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തുവാ? ഇവിടെ എന്നാ കടമുറി പണിയുന്നു? കടമുറി എന്നാ പണിയുന്നു? അമ്മാവനെങ്ങനെ പറഞ്ഞു? ക്ലീറ്റോ പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്നാണെന്ന് പറഞ്ഞില്ല. കുറ്റിയടിക്കണ എന്നാന്ന് പറഞ്ഞില്ല. കടമുറി കെട്ടുന്ന കാര്യം അവനോട് പറഞ്ഞു. മേശിരിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ മറ്റന്നാളെ വന്ന് ആളൊന്ന് കുറ്റിയടി നടത്തുമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. നാളെയാണോ മറ്റന്നാളാണോ? അല്ല, അത് അവര് സമയം നോക്കി അവര് വരും. പക്ഷെ കരാമച്ചമ്പി ആളിന്റെ പണി തുടങ്ങുന്ന എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്ത്? കരാമച്ചമ്പിയെ ഇവിടെ ഹാള് പണിയുന്നു ലില്ലിപ്പെണ്ണിന് ഡാൻസ് സ്കൂളിന് വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര സെറ്റപ്പില് അവിടെ ഇവിടെ ആയിട്ട് വലിയ ഹാള്. എന്നിട്ട് ഡാൻസ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വാടകയ്ക്ക് ഡ്രസ്സ് കൊടുക്കും, വിൽക്കുന്നത്. പിന്നെ താഴെ കാർ പാർക്കിങ്, സൗമ്യ കനകം, അങ്ങനെ പേരിട്ടേക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല. ഇല്ലേ? അമ്മ എന്നെ വിളിച്ചേക്കാം. അമ്മ അടുത്ത് പറയാതെ കനമച്ചമ്പി ഇല്ലടാ ആണ്. ഞാൻ ആ വണ്ടി വഴി കിടക്കുന്നു, ശരിയാക്കി ഇട്ടോട്ടെ. ചായ ഇന്നത്തെ പത്രം ഇട്ടിട്ട് അവിടെ പോയിരിക്കണത്. മധുരം വേണം, മതിയാന്ന് വെക്കേ പോരെ? ഇല്ലേ? ആ എന്താ അമ്മാവ ഇവിടെ എന്നാ ഡാൻസ് ക്ലാസ്സിനുള്ള ഷെഡ് കെട്ടണ? ഡാൻസ് ക്ലാസ്സേ ഉള്ള മുറി ഇവിടെ എന്നാ കെട്ടണ? അമ്മാവനോട് ആര് പറഞ്ഞു? അപ്പൊ കെട്ടുണ്ട്. റൊണാൾഡോ പറഞ്ഞു. ഇവിടെ ഇവിടെ ഡാൻസ് ക്ലാസ് ഒന്നും കിട്ടുന്നില്ല. ഇവിടെ എന്തിനാ ഡാൻസ് ക്ലാസ് കിട്ടുന്നത്? ചോദിക്കണ എന്തിനാ അവിടെ കെട്ടുന്നത്? അവിടെ ഉണ്ടല്ലോ ഡാൻസ് ക്ലാസ്. അവിടെ അല്ലേ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങി ആരെങ്കിലും വരുമോ അമ്മാവ? അല്ല, റൊണാൾഡോ പറഞ്ഞു ഇവിടെ ക്ലാസ് റൂം കെട്ടുണ്ട്. ഈ പിന്നെ റൊണാൾഡോ അച്ചാച്ചനില്ലേ, ഈ ഇടയായിട്ട് ക്ലീറ്റോ ചേട്ടന്റെ കൂടെ കൂടിയിട്ടില്ലേ, എപ്പോഴും ഏട്ടനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ എന്തെങ്കിലും തുടങ്ങിയ ഏട്ടൻ അമ്മാവനോട് പറയാതിരിക്കുമോ? അല്ലെങ്കിൽ അമ്മയോട് പറയാതിരിക്കും? അല്ല, അതാ ഞാൻ നോക്കണ. കനക എന്നോട് പറയണ്ടൊന്നും ചെയ്യില്ലേ. അവനുള്ള ഞാൻ കൊടുത്തോളാം. എന്നാലും നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം ഈ അച്ചാച്ചൻ പറഞ്ഞ. ഏട്ടൻ അങ്ങനെ അറിഞ്ഞില്ല, അച്ചാച്ചനിട്ട് നല്ലത് കിട്ടും. അയ്യ അങ്ങനെയൊന്നും ഇല്ല അമ്മാവ. പറയാതെ ചെയ്യോ? ഇല്ല.